ഇന്ത്യ ഇംഗ്ലണ്ട് 5 ടെസ്റ്റ് പരമ്പര 25-ന് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ത്യ തട്ടകത്തിൽ കരുത്തരാണെങ്കിലും സമീപകാലത്തൊന്നും ഒരു ടീമിനും ഇന്ത്യയെ നാട്ടിൽ തോൽപ്പിച്ച് ടെസ്റ്റ് പരമ്പര നേടാനായിട്ടില്ല. എന്നാൽ ഇത്തവണ ഇംഗ്ലണ്ട് വലിയ പ്രതീക്ഷയിലാണ്. അവസാനമായി ഇംഗ്ലണ്ട് ഇന്ത്യയിൽ പര്യടനം നടത്തിയപ്പോഴും നാണം കെട്ടാണ് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്ത് വില കൊടുത്തും പരമ്പര പിടിക്കാൻ ഉറച്ചാണ് ഇംഗ്ലണ്ട് ഇറങ്ങുക. പരമ്പരയ്ക്കായി കരുത്തരുടെ നിരയെ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ടീമിന്റെ നെടുന്തൂണായി വിരാട് കോഹ്ലി ആദ്യ 2 ടെസ്റ്റിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. പരിക്കിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളെ തുടർന്നാണ് അദ്ദേഹം 2 ടെസ്റ്റുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. കോഹ്ലിയുടെ അഭാവം ഇന്ത്യയെ സംബന്ധിച്ച് നികത്താനാവാത്ത വിടവുമാണ്. കോഹ്ലി കളിക്കാതിരിക്കുന്നത് ഇന്ത്യയുടെ തോൽവിക്ക് കാരണമാകുമെന്ന് തന്നെ പറയാം. ഇതിന് ചില കാരണങ്ങളുമുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ ഗംഭീര ടെസ്റ്റ് റെക്കോർഡാണ് കോഹ്ലിക്കുള്ളത്. കോഹ്ലിയുടെ അഭാവത്തിൽ ഈ വിടവ് നികത്താൻ ശേഷിയുള്ള ബാറ്റർമാർ ആരൊക്കെ എന്നതാണ് ഇന്ത്യയെ കുഴപ്പിക്കുന്ന ചോദ്യം. നാട്ടിൽ 60-ന് മുകളിൽ ശരാശരിയിൽ 4144 റൺസ് കോഹ്ലി നേടിയിട്ടുണ്ട്. ഇതിൽ 14 സെഞ്ചുറിയും ഉൾപ്പെടും. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയിൽ 1000 ടെസ്റ്റ് റൺസാണ് കോഹ്ലി നേടിയത്. 56.38 ശരാശരിയാണ് കോഹ്ലിക്കുള്ളത്. 13 ടെസ്റ്റിൽ നിന്ന് 3 സെഞ്ചുറികളാണ് കോഹ്ലി ഇന്ത്യൻ മണ്ണിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയത്. 2016 ഇംഗ്ലണ്ടിനെതിരെ നടന്ന 5 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ 636 റൺസ് കോഹ്ലി നേടി. 1-ാം ടെസ്റ്റ് നടക്കുന്ന ഹൈദരാബാദിൽ കോഹ്ലിയുടെ ശരാശരി 75-ന് മുകളിലാണ്. 2-ാം ടെസ്റ്റ് നടക്കുന്ന വിശാഖപട്ടണത്ത് 99 കോഹ്ലിയുടെ ശരാശരി. അതുകൊണ്ട് തന്നെ ആദ്യ 2 ടെസ്റ്റും കോഹ്ലിയുടെ ബാറ്റിംഗ് മികവ് ഇന്ത്യ മിസ് ചെയ്യുമെന്ന് ഉറപ്പാണ്. കോഹ്ലിയുടെ അഭാവം ഇന്ത്യൻ ടീമിന് സന്തുലിതാവസ്ഥയെ ബാധിക്കും. അനുഭവസമ്പന്നനായ താരങ്ങളുടെ അഭാവം ഇന്ത്യക്കുണ്ട്. രോഹിത് ശർമ്മ, KL രാഹുൽ എന്നിവരെ മാറ്റി നിർത്തിയാൽ സീനിയേഴ്സ്മാരായി മറ്റാരും ടീമിലില്ല. പൂജാര, രഹാനെ എന്നിവർ ടീമിലുമില്ല. കോഹ്ലിയുടെ അഭാവം കൂടിയാകുമ്പോൾ ടീമിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിരാട്ടിന്റെ ബാറ്റിംഗ് മികവ് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയോടുകൂടെ നോക്കി നിന്നതാണ്. എന്നാൽ ഇതിപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ശുഭ്മാൻ ഗിൽ, ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ എന്നിവരെല്ലാവരും അവസരത്തിനൊത്ത് ഉയരേണ്ടതായുണ്ട്. അല്ലാത്ത പക്ഷം വലിയ തിരിച്ചടി ഇന്ത്യക്ക് നേരിടാം. സമീപകാലത്തെ ഇന്ത്യൻ താരങ്ങളുടെ ഫോം പരിശോധിക്കുമ്പോൾ കോഹ്ലിയുടെ അഭാവം വലിയ തിരിച്ചടിയാകും. നിലവിൽ ഇന്ത്യൻ നിരയിൽ ഏറ്റവും ഫോമുള്ളത് കോഹ്ലിക്കാണ്. അതുകൊണ്ട് തന്നെ കോഹ്ലി കളിക്കാതിരുന്നാൽ ഇന്ത്യക്ക് നികത്താനാവാത്ത വിടവാകുമെന്നുറപ്പാണ്. ബ്രണ്ടൻ മക്കല്ലത്തിന്റെ പരിശീലനത്തിന് കീഴിലിറങ്ങുന്ന ഇംഗ്ലണ്ട് ഇത്തവണയും ബാസ്ബോൾ ശൈലി പുറത്തെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനൊപ്പം ശക്തമായ സ്പിൻ നിരയുമുണ്ട്. ഇന്ത്യൻ സ്പിൻ കെണിയൊരുക്കിയാൽ അതേ പാതയിൽ തിരിച്ചടിക്കാനാണ് ഇംഗ്ലണ്ടും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് കോഹ്ലിയെ പോലെയുള്ള സീനിയർ താരത്തിന്റെ അഭാവം ഇന്ത്യയെ ബാധിച്ചേക്കും. ഇംഗ്ലണ്ട് ശക്തമായ നിരയെ തന്നെയാണ് ഇറക്കുന്നത്. ജെയിംസ് ആൻഡർസൺ, ബെൻ സ്റ്റോക്സ്, ജോണി ബെയ്സ്റ്റോ, ജോ റൂട്ട് എന്നിവരെല്ലാം ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്താൻ കെൽപ്പുള്ള താരങ്ങളുമാണ്. ഇവരെ പൂട്ടാൻ ഇന്ത്യ എന്ത് തന്ത്രം മെനയുമെന്നാണ് കണ്ടറിയേണ്ടത്.